ഹായ്, ഞാൻ വിഷ്ണു. ഹെവൻലി ഹേർഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളിന്ന് പിപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. നമ്മുടെ ഇന്ന് അഗസ്ത്യകൂടം കയറാൻ വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ പുറത്താണ്. നമ്മുടെ പേപ്പറൊക്കെ കൊടുത്ത് നമ്മളിനി ബേസ് ക്യാമ്പിലേക്ക് ട്രക്ക് ചെയ്യും. ഏകദേശം 14 കിലോമീറ്ററാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആണ് നമ്മൾ 7 കിലോമീറ്റർ സ്റ്റീപ്പായ ഒരു ക്ലൈമ്പാണ്. അഗസ്ത്യമലയിലേക്ക് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ പോവാം. ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ്. നമ്മളോട് രജിസ്ട്രേഷൻ ഏകദേശം 8 മണിക്കാണ് ഇവിടെ എത്താൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഏകദേശം 9 മണിയായി. കാരണം ഇവിടുത്തെ റോഡൊക്കെ കുറച്ച് മോശമാണ്. ഞങ്ങൾ സിറ്റി എടുത്താണ് വന്നത്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് ഏകദേശം മടിയൊക്കെ തട്ടി മെല്ലെ മെല്ലെയാണ് വന്നത്. നിങ്ങൾ വരുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഫോറസ്റ്റ് ഓഫീസർ ഏകദേശം 10 മണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ. പക്ഷേ നിങ്ങൾ നേരത്തെ എത്തുവാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവിടെ കൊടുക്കാം. രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്, അതേപോലെ തന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതില്ലാതെ ആരെയും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഡോക്ടർ തന്നെ അവർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് ആ കാര്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യും. നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടോ എന്ന് അതിൽ പ്രത്യേകിച്ച് നോക്കും. കാരണം അതുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാഷ് കൊടുത്തിട്ട് വേണം അകത്തേക്ക് കൊണ്ടുപോകാൻ. തിരിച്ചു വരുന്ന സമയത്ത് ആ ബാഗ് തിരിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് ബാഗ് കാണിച്ചാൽ നിങ്ങൾക്ക് ആ ക്യാഷും തിരിച്ചു വരും. നമ്മുടെ ഫോറസ്റ്റൊക്കെ ക്ലീനാക്കി വയ്ക്കാൻ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് അവരെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വാക്കിംഗ് സ്റ്റിക്ക് വേണമെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ നമുക്ക് തരും. ഞങ്ങളത് എല്ലാം കഴിയാൻ ഏകദേശം 11 മണിയായി. കുറച്ച് ലേറ്റായി. ഇനി മെല്ലെ മെല്ലെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഹായ് ഗായ്സ്, അഗസ്ത്യകൂടം ട്രക്ക് നോർമലി ജനുവരി ടു ഫെബ്രുവരി ആണ് ഉണ്ടാവാറ്. പക്ഷേ ഇത്തവണ ഓഫ് സീസണിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഡിസംബറിലാണ് പോയത്. ഓഫ് സീസണിൽ ഏകദേശം 4000 രൂപയാണ് ഒരാൾക്ക് കോസ്റ്റ് വരുന്നത്. നമ്മുടെ ട്രക്ക് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ അവിടെയാണ് ഫുഡുള്ളത്. നമുക്ക് വൈകുന്നേരം സ്നാക്കും അതുപോലെ തന്നെ ഒരു കാപ്പിയും തരും. പിന്നെ രാത്രി കഞ്ഞിയും തരും. പക്ഷെ പല വീഡിയോകളിലും പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവിടെ ഫുഡ് അവൈലബിൾ ആണ്, നമുക്ക് പർച്ചേസ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ അതല്ല സത്യം. നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തുന്നതിന് മുന്നേ ഒരു ഫാമിലി നടത്തുന്ന ഒരു ഹോട്ടലുണ്ട് അവിടെ. അത് അത്ര വലിയ ഹൈജീനൊന്നുമില്ല. അതേപോലെ തന്നെ കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് ഫുഡ് അവൈലബിൾ ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ഞങ്ങൾ ചെന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിരുന്നു. പക്ഷേ ലഞ്ചിന് ഞങ്ങൾക്ക് കറി ഇല്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ ബാക്കിയായ കുറച്ച് കറിയും കുറച്ച് ചോറും അവർ പൊതിഞ്ഞു തരുവാണ് ചെയ്തത്. അത് ഞങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന കുറച്ച് ആൾക്കാരോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പം പറഞ്ഞത് അവിടെ ബേസ് ക്യാമ്പിൽ ബെഡ് അവൈലബിൾ ആയിട്ടില്ല എന്ന്. കാരണം 150ഓളം ആൾക്കാരാണ് ഡെയിലി പോകുന്നത്. ഞങ്ങളുടെ ട്രിപ്പിൽ ഏകദേശം 100 പേരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മളോട് പറയുന്ന സ്റ്റാർട്ട് പോയിന്റ് ടു ബേസ് ക്യാമ്പ് ഏകദേശം 14 കിലോമീറ്ററാണ്. പക്ഷേ ഏകദേശം ഒരു 50 കിലോമീറ്റർ നടക്കുന്ന എഫേർട്ടാണുള്ളത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട്. അത് നിങ്ങൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് സ്വന്തം പേസിൽ, അധികം സ്പീഡും ഇല്ല അധികം സ്ലോ ആവാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഓൺ ടൈമിലെത്താം. ഞങ്ങൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 3 മണിക്കാണ് എത്തിയത്. പക്ഷേ 4 മണിയും 5 മണിയും 6 മണിക്കും എത്തിയ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫുഡ് കരുതേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്നാക്കോ എന്തെങ്കിലും ഫ്രൂട്ടോ എനർജി ബാർ എന്തെങ്കിലും കരുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രക്ക് കുറച്ചുകൂടി ഈസി ആവും. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവില്ല അവിടെ എത്തുമ്പോഴേക്കും. പിന്നെ ഫുഡ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ബേസ് ക്യാമ്പിലെത്തി. ഇവിടെ വളരെ തണുപ്പാണ്. നമുക്കിപ്പോൾ ഇന്ന് ഇവിടെ വൈകുന്നേരം സ്നാക്കും അതുപോലെ ഒരു കാപ്പിയും തരും. പിന്നെ രാത്രി കഞ്ഞിയാണുള്ളത്. നമ്മുടെ ഇവിടെ ഡോർമെട്രിയാണ്, ബെഡൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കംഫർട്ടബിളാണ്. പക്ഷേ ആകെയുള്ള ഒരു പ്രശ്നം ഇലക്ട്രിസിറ്റി ഇല്ല. കാടിന് നടുവിലായതുകൊണ്ട് സോളാറാണ്.
7 മണി മുതൽ രാത്രി 9 മണി വരെ മാത്രമാണ് കറണ്ട് ഉള്ളത്. അപ്പോൾ ആ ടൈമിൽ ചാർജ് ചെയ്യാനും വളരെ തിരക്കാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെൻ ടോർച്ചും അതുപോലെ തന്നെ ഒരു പവർ ബാങ്ക് കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും. കാരണം ടോയ്ലറ്റ് ഏകദേശം 50 മീറ്റർ അപ്പുറത്താണുള്ളത്. നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് ടോയ്ലറ്റ് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നാളെ രാവിലെ 7 മണിക്ക് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ഞങ്ങളുടെ 5 ആളുടെ ഗ്രൂപ്പാണ്. അപ്പം ഗൈഡ് വന്ന് പറഞ്ഞത് ഏർലി മോർണിംഗ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഇപ്പോൾ നമ്മൾ ബേസ് ക്യാമ്പിലാണുള്ളത്. അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ഭയങ്കര തണുപ്പാണ് അവിടെ. അപ്പോൾ നമ്മൾ ഇനി 6.5 കിലോമീറ്റർ മുകളിലേക്ക് കയറണം. സ്റ്റീപ്പായ ക്ലൈമ്പാണ്. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക. നമ്മളിപ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല കോടയാണ്, അതുകൊണ്ട് തണുപ്പുണ്ട്. പക്ഷെ മഴയില്ല ഭാഗ്യം കൊണ്ട്. മഴയുണ്ടെങ്കിൽ അവർ നമ്മളെ മുകളിലേക്ക് കയറ്റി വിടില്ല, കാരണം ഭയങ്കര സ്ലിപ്പറാണ് സ്ലോപ്പ്. ഇന്ന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളിന്ന് വിചാരിച്ച് 7 കിലോമീറ്റർ അല്ലേ എന്നൊക്കെ വിചാരിച്ച് ആശ്വസിച്ച് വന്നതായിരുന്നു. പക്ഷേ ഇന്നലത്തെ 14-നെക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നത്തെ 7. മുകളിലേക്ക് കയറാൻ ഏകദേശം 5 സ്ഥലത്തോളം അവർ റോപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ 3 എണ്ണം ഭയങ്കര സ്റ്റീപ്പാണ്. നമ്മൾ പിടിച്ച് സ്ലോയിലേ കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ പീക്കിലെത്തണമെങ്കിൽ ഏകദേശം 3 മല കയറി ഇറക്കണം. അതിൽ ഒരു പുൽമേടുണ്ട് അവിടെ ചിലപ്പോൾ കാട്ടുപോത്തോ ആനയൊക്കെ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളൊന്നും കണ്ടില്ല. നമ്മൾ ഏകദേശം രാവിലെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എത്തുമ്പോൾ മുകളിലെത്താൻ ഏകദേശം 11:30 അവിടെ 12 മണിക്ക് ശേഷം ആരെയും മുകളിലേക്ക് കയറ്റി വിടില്ല. മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ താഴത്തേക്ക് ഇറക്കി വിടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് നേരം ആ മുകളിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ.
അങ്ങനെ നമ്മൾ ഫൈനലി മുകളിലെത്തിയിരിക്കുകയാണ്. ഒഫീഷ്യലി ഏകദേശം 14 to 7 21 കിലോമീറ്റർ കയറിയാണ് നമ്മൾ അഗസ്ത്യ ഭഗവാന്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഇവിടെ ഭയങ്കര കാറ്റാണ്. കാറ്റടിച്ച് നമ്മൾ പറന്നു പോകുന്നൊരവസ്ഥയാണ്. ഇവിടെ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കാറ്റൊന്നും സമ്മതിക്കുന്നു തോന്നുന്നില്ല. നമ്മുടെ കേരളത്തിലെ ഏകദേശം രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പീക്കാണിത്. അത് തന്നെ ഇവിടെ മുകളിലെത്തിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ 2-3 ഡാം അതുപോലെ തന്നെ ചുറ്റുള്ള ഗ്രാമങ്ങളൊക്കെ കാണാൻ നമ്മുടെ ഗൈഡ് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര കോടയായതുകൊണ്ട് നമുക്ക് നമ്മുടെ ബേസ് ക്യാമ്പ് തന്നെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ചുറ്റും ഒന്നും കാണാൻ പറ്റുന്നുമില്ല. നമ്മുടെ അഗസ്ത്യമുനിയെക്കുറിച്ച് പുരാണങ്ങളിൽ പല സ്ഥലങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. സപ്തഋഷികളിൽ ഒരാളാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ തമിഴിൻ്റെ ലാംഗ്വേജിൻ്റെ വ്യാകരണത്തിലും സിദ്ധൌഷധത്തിൻ്റെയും പിതാവെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അദ്ദേഹം ഇവിടെ തപസ് ചെയ്ത സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുന്നതിന് വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ വരുമ്പം എന്തായാലും ഇവിടെ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യുന്ന രീതി വേണം വരാൻ. എന്നാൽ മാത്രമേ ഈ ട്രിപ്പ് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ പീക്ക് നമുക്ക് ഒരു ഗ്രൂപ്പായി വരുമ്പോൾ 3 ദിവസം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പ് തന്നെയാണത്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു പ്രശ്നം പറ്റിയതുള്ളൂ. നമ്മുടെ കയ്യിൽ വന്ന മിസ്റ്റേക്കാണ്. നിങ്ങൾ 3 ദിവസം ഫോണൊന്നും ഇല്ലാതെ റേഞ്ച് ഇല്ലാതെ എൻജോയ് ചെയ്തിട്ട് വരാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു ട്രിപ്പാണിത്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ ചാനലിൽ ഗോക്കളെ പറ്റി മാത്രമാണ് ചെയ്യാറ്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ളൊരു യാത്രക്കിടയിലാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഗോക്കളെ പറ്റി കൂടുതൽ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.